യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തകൾ നമുക്ക് റോമാലേഖനം 8-ാം അധ്യായം 27-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി ചിന്തിക്കുവാൻ, ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 28-ാമത്തെ വാക്യമാണ്. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നാം അറിയുന്നതായ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് റോമക്ക് ഈ ലേഖനം എഴുതുമ്പോൾ റോമിലുള്ള ദൈവസഭയിലുള്ള ഓരോരുത്തർക്കും അറിയാവുന്നതായ ഒരു കാര്യം. ഈ അറിയാവുന്നത് എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ജീവിതത്തിൽ ഓരോരുത്തർക്കും പേഴ്സണലി മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു കാര്യം അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച 27-ാം വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതിന് മുമ്പ് നമ്മൾ കണ്ടു, വീണ്ടും പോലും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പലപ്പോഴും നമുക്കറിയില്ല. കാരണം അത് നമ്മുടെ ബലഹീനതയാണ്. ഓരോ വിഷയങ്ങളുടെ മുമ്പിലും എങ്ങനെയാണ് ഞാൻ ആ വിഷയവുമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലേണ്ടതെന്ന് നമുക്ക് അറിയാൻ പാടില്ലാത്തതായ അവസ്ഥ. പക്ഷേ ഈ അവസ്ഥയിൽ പോലും നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. അത് നമുക്കെല്ലാവർക്കും വളരെ ഗ്രഹിക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് ഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ആശ്വാസമാണ്. ഞാൻ വ്യക്തിപരമായി എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ഈ ഒരു കാര്യത്തിൽ വളരെ ആശ്വാസം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അവസ്ഥകളെ ഞാൻ എല്ലാം തന്നെ ദൈവത്തോട് പറഞ്ഞില്ലെങ്കിൽ പോലും എന്നെ നന്നായി അറിയുന്നതായ ഒരു ദൈവം ഉണ്ടെന്നും, എൻ്റെ കാര്യങ്ങളെ ഞാൻ ദൈവത്തിൽ ഭരമേൽപ്പിക്കാത്ത അവസ്ഥകളിൽ പോലും, അല്ലെങ്കിൽ എനിക്ക് അതിന് സാധ്യമാകാത്ത ആ അവസ്ഥയിൽ പോലും എന്നെ സഹായിക്കുന്നതായ ഒരു ദൈവത്തിൻ്റെ ആത്മാവ്. അവിടെ പ്രോട്ടോക്കോളൊന്നും പ്രശ്നമല്ല. സാധാരണയായിട്ട് മനുഷ്യൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുന്ന കാര്യമാണല്ലോ, എനിക്ക് അവരെ സഹായിക്കാമായിരുന്നു, പക്ഷേ അവൻ എന്നോട് ഒന്നും റിക്വസ്റ്റ് ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിന് അങ്ങനെ പ്രോട്ടോക്കോളൊന്നുമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാനുള്ള അവസരം നാം കൊടുക്കണം. അതാണ് ദൈവം എപ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്നത്. യേശു എന്താ പറഞ്ഞത്? വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ കൂട്ടായ്മ നമുക്ക് അനുഭവിക്കാൻ കഴിയും. പക്ഷേ ഒരിക്കലും നമ്മുടെ ഹൃദയവാതിൽ ഇടിച്ചു തകർത്ത് അകത്ത് കയറുന്നതായ ഒരു യേശുവിനെയല്ല ദൈവത്തിൻ്റെ വചനം നമ്മളെ പരിചയപ്പെടുത്തുന്നത്. മറിച്ച് നമ്മൾ സ്വമേധയാ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തെങ്കിൽ, നാം സ്വമേധയാ നമ്മെ തന്നെ സമർപ്പിച്ചെങ്കിൽ മാത്രമേ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവും നമ്മിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ 28-ാം വാക്യം പറയുമ്പോൾ തന്നെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുമ്പോഴും അടുത്തതായിട്ടുള്ള ഒരു സംരക്ഷണത്തെക്കുറിച്ചാണ് 28-ാം വാക്യം നമ്മളോട് പറയുന്നത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എല്ലാം തന്നെ വിശുദ്ധ വേദപുസ്തകം പറയുന്നില്ല. മറിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അഥവാ ക്രിസ്തുവിനോടൊപ്പമുള്ള നമ്മുടെ ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം എങ്ങനെയാണ് എന്നോടും നിങ്ങളോടും ഇടപെടുന്നത്? ഇപ്പോൾ എന്നോട് ഇടപെടുന്ന പോലല്ല ദൈവം നിങ്ങളോട് ഇടപെടുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എല്ലാവരോടും ദൈവം ഒരേപോലെ ഇടപെടുന്നു. തീർച്ചയായിട്ടും ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. പക്ഷേ ദൈവം ഓരോരുത്തരോടും വ്യക്തിപരമായി അവരവരുടെ അവസ്ഥയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവമാണെന്നുള്ള സൂചനയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ വായിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അതുപോലെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. ഈ രണ്ട് വാക്കുകളും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ന് പറയുമ്പോൾ ദൈവത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിച്ചവരായ ആളുകൾ, വാസ്തവത്തിൽ ആ ദൈവത്തെ സ്നേഹിക്കുവാൻ അവർ അവരുടെ സമയം, ജീവിതം, എല്ലാ അവസ്ഥകളും ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചു കൊടുത്തവർ, അതേപോലെ തന്നെ ദൈവത്തിൻ്റെ വിളി, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ തീരുമാനപ്രകാരം വിളി വന്നവർക്ക് അല്ലെങ്കിൽ വിളി ലഭിച്ചവർക്ക് എന്താണ് ഇവരുടെ പ്രത്യേകത അല്ലെങ്കിൽ എന്താണ് ഇവരുടെ ശ്രേഷ്ഠത? ഇവരുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരമാധികാരം അവരുടെ മേലുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മേൽ ദൈവത്തിന് പരമാധികാരം നാം അനുവദിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കാണുന്നത് പോലെ തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അതായത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കഷ്ടതയുടെ അനുഭവത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. നമ്മൾ മാനുഷികമായി ചോദിക്കുന്നു, ദൈവമേ ഇതെന്തായിത്തീരും, ഇതെങ്ങനെയായിത്തീരും, നീ എന്നെ മറന്നു കളഞ്ഞുവോ? ഒരു രോഗമാകട്ടെ, ഒരു കഷ്ടതയാകട്ടെ, ഒരു സാമ്പത്തിക പ്രശ്നമാകട്ടെ, ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന ആളുകളാണ്. പക്ഷേ അവരെല്ലാവരും തന്നെ ഉറപ്പിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എത്ര വലിയ പ്രശ്നമുണ്ടായാലും അതിനെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം എനിക്കായി ഉണ്ട്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അറിവാണ്. അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയുള്ള ഒരു ഉറപ്പിലേക്ക് കടന്നു വരത്തക്ക ഒരു ആത്മീയ സാഹചര്യം, ഒരു ആത്മീക അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. അതിനുവേണ്ടി നാം ദൈവത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കണം. ദൈവം അനുവദിച്ചാൽ ഈ ഒരു വാക്യത്തിൻ്റെ കുറച്ചുകൂടെ വിശദമായ ഒരു ചിന്ത നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നാം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം. എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ കാണേണ്ടതിന് വേണ്ടി. അതെ, ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ സഹായിക്കും. നീ നിർണയപ്രകാരം വിളിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, നീ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ പരമാധികാരം നിന്റെ മേലുണ്ടായിരിക്കും. ദോഷമായി എന്ന് കരുതുന്ന വിഷയങ്ങളെപ്പോലെ നിനക്ക് വേണ്ടി നന്മയ്ക്കായി കൂടി വ്യാപരിപ്പാൻ കഴിവുള്ള ഒരു ദൈവം. അതെ, ഇന്ന് ഈ വചനത്തിനു മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല വചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പലപ്പോഴും ഞങ്ങൾ വായിക്കുകയും ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നതായ ഒരു വാക്യമാണല്ലോ ഈ റോമർ 8:28. കർത്താവേ, ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നു, അങ്ങയുടെ പരമാധികാരത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുവദിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങൾ കാണുമെന്ന്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അപ്രകാരം ദൈവത്തിൻ്റെ മഹത്വം കാണുന്ന ദിവസങ്ങളാകട്ടെ. അതിനുള്ള സമർപ്പണത്തിലേക്ക് പ്രിയമുള്ളവരെ അങ്ങ് നയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.